എല്ലാവർക്കും നമസ്കാരം. EV ചാർജിങ്ങിൽ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചാർജ് ചെയ്ത് 1-2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഗ്രീൻ ലൈറ്റിനോടുകൂടി ഇവിടെ റെഡ് ലൈറ്റും ബ്ലിങ്ക് ചെയ്യും. ഓവർ ഹീറ്റ് ആവുന്നതാണ് ഈ 3 പിൻ പ്ലഗ് സോക്കറ്റ് ഓവർ ഹീറ്റ് ആവുന്നതാണ് കാരണം. സാധാരണ ടാറ്റയുടെ ഈ ബോക്സ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊരു പ്ലേറ്റ് കാണും. അത് ആവശ്യമുള്ള കാര്യമല്ല. ഇതൊക്കെ ഈ ഒരു 4 സ്ക്രൂ ഊരിയ അതങ്ങ് ഊരി മാറ്റാം, നല്ല എയർ സർക്കുലേഷൻ കിട്ടും. പിന്നെ ഈ ഹീറ്റ് ആകാനുള്ള മെയിൻ കാരണം എർത്തിങ്ങിൻ്റെ പ്രോബ്ലമാണ്. നമ്മുടെ വീട്ടിൽ എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനതിന് വേണ്ടിയിട്ട് വീട്ടിൽ എർത്തിങ് കൂടാതെ ഒരു അഡീഷണൽ എർത്തിങ്ങും കൂടെ ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, അതും നോക്കണം. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഹീറ്റ് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വയറിങ് കണക്ഷൻസൊക്കെ ഒരു 1-2 മാസമാകുമ്പം മൊത്തത്തിലൊന്ന് ലൂസാകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മീറ്റർ ബോക്സും ഇതും അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 സ്ക്വയർ മീറ്റർ വയർ മതിയാവും. കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ 4 സ്ക്വയർ mm ആക്കണം ഈ വയർ കംപ്ലീറ്റ്. പിന്നെ ഈ മെയിനായിട്ട് വരുന്നത് ഈ സോക്കറ്റ് ഉണ്ടല്ലോ, ഈ സോക്കറ്റ് നമ്മൾ ഈ 3 പിൻ പ്ലഗ് എപ്പോഴും ഊരിയും കുത്തുകയൊക്കെ ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ലൂസ് കോണ്ടാക്റ്റ് വരും. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ലാതെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇത് കണക്ക് ഓവർ ഹീറ്റ് കാണിച്ചാൽ ഈ സോക്കറ്റൊന്ന് മാറി മൊത്തത്തിലൊന്ന് ടൈറ്റ് ചെയ്തൊക്കെ കൊടുത്താൽ ആ ഇഷ്യൂ മാറിക്കിട്ടും. മൊത്തത്തിൽ നല്ല രീതിയിൽ എല്ലാ ലൈനും കൃത്യമായിട്ട് ടൈറ്റ് ആയിരിക്കണം. ചെറിയ മൈന്യൂട്ട് ലൂസ് കണ്ടക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. വണ്ടിയിൽ ചാർജിങ് കാണിക്കും, പക്ഷേ ഓവർ ഹീറ്റ് ഇവിടെ റെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ചാർജിങ് വളരെ സ്ലോവിലേ കയറത്തുള്ളൂ. നമുക്ക് അത് ഇലക്ട്രിസിറ്റി ലീക്കേജ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഉള്ളിലൊക്കെ തീ കത്താനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏകദേശമൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ ചാർജ് ചെയ്യാൻ പറ്റും. താങ്ക് യു.